ഫവദ് നന്ദു, ഉത്സവ് രാജീവ് എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു കുടുംബ ചിത്രമാണ് പരിവാർ. ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ, മീന രാജ്, ഭാഗ്യ, ഋഷികേശ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന ചില സാഹചര്യങ്ങളെ വളരെയധികം നർമ്മബോധത്തോടും സാമൂഹിക പ്രതിബദ്ധതയോടും കൂടിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. രോഗിയായി കിടപ്പിലായ ഒരു വൃദ്ധന്റെ മരണ വാർത്ത കേൾക്കാൻ കരുതി വളരെയധികം കൊതിക്കുന്ന, പ്രതീക്ഷിക്കുന്ന മക്കളുടെ ഒരു ചില ജീവിത സാഹചര്യങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ കരുതി കഴിയുന്നത്. ഈ സിനിമയിലെ കഥ പല മലയാള സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അവതരണ മികവിൽ വ്യത്യസ്തനാവുകയാണ് പരിവാർ എന്ന സിനിമ. കാർന്നോരായ ഭാസ്കറിന് 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാരിൽ കൂടി 5 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ധർമ്മൻ, ഭീമൻ, അർജുനൻ, സഹദേവൻ, നകുലൻ എന്നിങ്ങനെയാണ് ആ മക്കളുടെ പേരുകൾ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു സായിപ്പ് വിലപിടിപ്പുള്ള ഒരു മോതിരം ഈ ഭാസ്കറിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഭാസ്കറിന്റെ മരണശേഷം ഈ വിലപിടിപ്പുള്ള ഈ മോതിരം തട്ടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഈ മക്കൾ. അപ്പന്റെ മരണശേഷം മാത്രമേ ഈ വിലപിടിപ്പുള്ള മോതിരം തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം ഈ മക്കൾക്കുണ്ട്. അതിനാൽ തന്നെ ഈ അപ്പനോട് കാപട്യം നിറഞ്ഞ സ്നേഹമാണ് ഈ മക്കൾ ഈ അപ്പനോട് കാണിക്കുന്നത്. വളരെയധികം സ്നേഹവും കരുതലും ആർട്ടിഫിഷ്യലായിട്ട് ഇവർ അപ്പനോട് കാണിക്കുന്നുണ്ട്. വളരെയധികം രസകരമായിട്ടുള്ള എലമെന്റുകൾ നമുക്ക് ഇവരുടെ അഭിനയത്തിൽ നിന്ന് കാണാൻ കരുതി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാപട്യം നിറഞ്ഞ സ്നേഹം ഈ അപ്പനോട് കാണിക്കുന്ന സീനുകളിലെല്ലാം കൗതുകകരമായിട്ടുള്ള സീക്വൻസ് നമുക്ക് ഈ സിനിമകളിൽ കാണാൻ കരുതി കഴിയും. വിലപിടിപ്പുള്ള മോതിരം അവസാനം ആർക്ക് ലഭിക്കും എന്നൊരു ചോദ്യമാണ് ഈ സിനിമ അവസാനം വരെ കാണാൻ കരുതി പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. കുടുംബ ബന്ധത്തെക്കാൾ പ്രാധാന്യം പണത്തിനാണ് എന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രവണതകളെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് സംവിധായകനും ആർട്ടിസ്റ്റുകളും. ജഗദീഷ്, ഇന്ദ്രൻസ് തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും വളരെ നല്ല രീതിയിലുള്ള അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്.